ഈ മാസത്തിൻ്റെ തുടക്കത്തിൻ്റെ രാമായണ മാസത്തിൻ്റെ സവിശേഷതകളിൽ ചിലതാണല്ലോ തോരാത്ത മഴ, പഞ്ഞം, വറുതി തുടങ്ങിയ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബാഹ്യമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് കടന്നു വരുവാനായിട്ട് രാമായണം പദം വിഭജിച്ചാൽ കിട്ടുന്നത് രാമൻ അയനമെന്നാണല്ലോ. ദ പാത്ത് ടു രാമ, രാമനിലേക്കുള്ള വഴി, നമ്മുടെ ഉള്ളിലേക്കുള്ള ഒരു വഴി. ഒരു ആത്മപരിശോധനയിലൂടെ നാം കടന്നു പോകുമ്പോൾ അവിടെ നമുക്ക് ഈ രാമായണത്തിലെ ചില മുത്തുകളെ കണ്ടെത്താൻ സാധിക്കും. ഏത് മതത്തിലെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ഈ മുത്തുകൾ നമ്മെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, ബാഹ്യമായിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, ഇതിനൊക്കെ ഒരു ശാന്തി ലഭിക്കുവാനായിട്ട് ഉള്ളിലുള്ള ദൈവം നിക്ഷേപിച്ചിട്ടുള്ള വിവിധ തരത്തിലുള്ള മൂല്യങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. അതുകൊണ്ട് ഈ കർക്കിടക മാസവും ഒരു ആത്മീയതയുടെ വിളവെടുപ്പ് കാലമായിട്ട് എനിക്ക് തോന്നുകയാണ്. ഇന്നത്തെ സദസ്സിൽ എന്ത് സംസാരിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ 2 പദങ്ങളാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഒന്ന് റൈച്ചോസ്നെസ്, 2 ഡിവൈൻ വിൽ. എല്ലാവർക്കും അറിയാവുന്നതാണ്. റൈച്ചോസ്നെസ് എന്താണ്? ധർമ്മമാണ്. ഡിവൈൻ വിൽ ദൈവ ഇഷ്ടമാണ്. ധർമ്മത്തിൻ്റെ പ്രതീകമാണ് ശ്രീരാമൻ. പിതാവ് കാട്ടിലേക്ക് പോയി തപസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ യാതൊരു വൈഷമ്യമില്ലാതെ തപസ്യനായിട്ട് കാട്ടിൽ പോവുകയാണ്. ക്രൈസ്തവ ചിന്തയിൽ പറയുകയാണെങ്കിൽ യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് മണ്ണിൽ അവതരിക്കുക, തുടർന്നുള്ള ജീവിതത്തിൻ്റെ ഓരോ ചങ്കിടിപ്പിലും പിതാവിൻ്റെ ഹിതം നിറവേറ്റുക. ജീവിതയാത്രയ്ക്കിടയിൽ ഗെത്സമനിയിൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പാനപാത്രം എടുത്തു മാറ്റണമേ, ഈ കാസ എടുത്തു മാറ്റണമേ, ഈ സഹനം എനിക്ക് പറ്റുന്നില്ല എന്ന തീവ്രമായ നിമിഷത്തിലും ക്രിസ്തു പറയുകയാണ്, എൻ്റെ ഇഷ്ടമല്ല പിതാവേ, അങ്ങയുടെ ഇഷ്ടമാണ്. പ്രിയപ്പെട്ടവരെ, ഒരു യഥാർത്ഥ ആധ്യാത്മികത എന്ന് പറയുന്നത് ധർമ്മത്തിൻ്റെ ജീവിതമാണ്, ദൈവഹിതം നിറവേറ്റുന്നതിൻ്റെ ജീവിതമാണ്.